ഹായ് ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ കുറേ ആയില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ആക്ച്വലി സൺഡേ മാത്രമാണ് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുക. അതാണ് ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഉണ്ടാവാത്തത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിലയും ഒരു 1.25 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായി വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സവോള നീളത്തിലരിഞ്ഞതും പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോളയൊക്കെ പെട്ടെന്ന് നന്നായി വഴണ്ട് കിട്ടും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോന് ഇപ്പം തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ സവോളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മുളകും കൂടെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടികളുടെ പച്ചമണം എല്ലാം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാകും. അപ്പോൾ അത് നന്നായിട്ട് ഇറങ്ങി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ നന്നായി വെന്ത് വരുന്ന വരെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ കിട്ടുമല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഗ്രേവി വരുന്നത്. എനിക്ക് ഇങ്ങനെ എടുക്കാനാണ് കേട്ടോ ഇഷ്ടം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ടൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.